ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടിത്തെ കിളിക്കൂടിൽ സുനന്ദേനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നല്ലോ സുഭാഷ് ഏട്ടൻ. അങ്ങനെ സുനന്ദയും അശ്വിനും കൂടെ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഭാസ്കരമാമയുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ വലിയൊരു ഭൂകമ്പമാണ് കേട്ടോ ഉണ്ടായത്. ലളിതയും ധനശേഖരനൊക്കെ ഷോക്കാവാണ്. ഇവളത് എന്തിനുള്ള പുറപ്പാടാ? ആ അശ്വിനെങ്ങാനും ഇതെല്ലാം മറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇതൊക്കെയാണ് അവരെ ആദ്യമാക്കുന്നത്. പക്ഷെ സുനന്ദ അവരുടെ വായടപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്ന മാരത്തെ ചിന്തയൊന്നും എനിക്കെന്തായാലും ഇല്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ കിളിക്കൂട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവരെ നല്ല രീതിക്ക് തന്നെയാണ് എല്ലാവരും സൽക്കരിച്ചത്. കുശലങ്ങളൊക്കെ ചോദിച്ച ശേഷം ഫുഡ് വിളമ്പാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ സുനന്ദ പറയുന്നുണ്ട്, കറികളൊക്കെ എങ്ങനെയുണ്ട്? സുഭാഷ് ഏട്ടൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ചിരിക്കുകയാണ്. അവനൊരു വേദനയുണ്ട്, കൂടെ അവള് സന്തോഷവതിയാണെന്ന് കണ്ടപ്പോൾ ഉള്ള സന്തോഷമുണ്ട് കേട്ടോ. എന്നിട്ട് സുനന്ദ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്തുണ്ടാക്കിയാലും എനിക്കിഷ്ടം, ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു, വീട്ടിൽ സമ്മതിക്കില്ലെങ്കിൽ പോലും. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ സുഭാഷ് ഏട്ടൻ എനിക്ക് പാത്രത്തിലാക്കി തരും, വീട്ടിൽ പോയി കഴിക്കാൻ. ഇതൊക്കെ പറഞ്ഞ് അവൾ ചിരിക്കുകയാണ് കേട്ടോ. അശ്വിനും ചിരിക്കുന്നുണ്ട്, എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഭാസ്കരന് ഇതൊരു അരോചകരായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെ കറികളൊക്കെ വിളമ്പി കൊടുത്തിട്ട് അവരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ അശ്വിൻ ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടൻ എന്താ കല്യാണം കഴിക്കാത്ത? അപ്പം എല്ലാവരും ഒന്ന് സ്റ്റെക്ക് ആവുന്നുണ്ട് കേട്ടോ. സുനന്ദ അടക്കം സ്റ്റെക്ക് ആവുന്നുണ്ട്. താൻ എന്തോ അപരാധം ചോദിച്ച പോലെ പിന്നെ അശ്വിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ സുധീഷ് ആ ഒരു രംഗത്തെ തണുപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, അവളുടെ വീട്ടിൽ ഒരിക്കലും സമ്മതിക്കാത്ത ബന്ധമായിരുന്നു, ഒടുവിൽ ഞങ്ങൾ ചാടിപ്പോരേണ്ടി വന്നു എന്നൊക്കെ. നിധി അവനൊന്ന് കൂർപ്പിച്ച് നോക്കുന്നുണ്ട്, എങ്കിലും അവൻ ആ കാര്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പോൾ പിന്നെ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സുഭാഷ് ഏട്ടനെ വേഗം കെട്ടിക്കാൻ നോക്കണേ. അപ്പോൾ സുനന്ദയും പറയുന്നുണ്ട്, ഞാൻ ദുബായിക്ക് പോകുന്നതിന് മുന്നേ ആണെങ്കിൽ എനിക്ക് കാണാമല്ലോ, ഞങ്ങൾ എന്തായാലും വരാം. അപ്പം ഹരീഷ് പറയുന്നുണ്ട്, മാട്രിമോണിയലിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, നല്ല ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നോക്കണം എന്നൊക്കെ. അങ്ങനെ പിന്നെ സംസാരമൊക്കെ നീണ്ടുപോയി. അവർ ഫുഡ് കഴിക്കുകയാണ് ഹാപ്പി ആയിട്ട്. അപ്പോഴാണ് നിധിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ തന്നെ അവൾ സുധീഷിനോട് റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചാട്ടോ പോകുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല സുനന്ദ നമ്മളെ വീട്ടിലേക്ക് വിരുന്നിന് വന്നതല്ലേ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്തയക്കേണ്ടേ, അതല്ലേ മര്യാദ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ സുധീഷ് അങ്ങനെ വേണം, എൻ്റെ കയ്യിലൊരു സാരിയുണ്ട്, ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല, അത് കൊടുക്കാം. പക്ഷേ അശ്വിൻ എന്ത് കൊടുക്കും? അവൾക്ക് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. സുധീഷിൻ്റെ കയ്യിൽ വല്ല ഷർട്ടും കാര്യങ്ങളും ഉണ്ടോ ഇതുവരെ യൂസ് ചെയ്യാത്തത്? അത് കേട്ടപ്പോൾ അവനൊന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യേ നിങ്ങൾ ഉപയോഗിച്ചാണോ അവർക്ക് കൊടുക്കുന്നത്? അതല്ല ഉപയോഗിക്കാത്തത്. പിന്നീട് അവൻ ഓരോന്ന് ആലോചിച്ചിട്ട് ഷർട്ട് തന്നെ വേണമെന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല വേറെ എന്തായാലും മതി. അങ്ങനെ സുധീഷ് ഒന്ന് ഓർത്തിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്, ഞാനത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ തപ്പിത്തെറിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ കളഞ്ഞിട്ട് നിധിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് മതിയോ? അപ്പോൾ നിധിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത് മതി. സുധീഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിധി, ഇതിനാണോ ഇപ്പം എന്നെ റൂമിലേക്ക് വിളിച്ചത്? വേറെ കാര്യമൊന്നുമില്ലേ? അത് കേട്ടപ്പോൾ അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ പുറത്തേക്ക് വന്നിട്ട് സുനന്ദയ്ക്കും അശ്വിനും ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി പറയുന്നുണ്ട്, പെട്ടെന്നായിരുന്നല്ലോ നിങ്ങളുടെ വരവ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മേടിക്കാൻ പറ്റിയില്ല. അത് കേട്ടപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ വേണ്ട, അതൊന്നും കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന്. അങ്ങനെ സുധീഷ് അശ്വിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അത്ര വിലയൊന്നും ഇല്ല കേട്ടോ, എങ്കിലും ഇത് സ്വീകരിക്കണമെന്ന്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അതൊക്കെ സ്വീകരിക്കുകയാണ്. പിന്നെ യാത്ര പറച്ചിലാണ് കേട്ടോ. എല്ലാവരോടും യാത്ര ചോദിച്ചു. ഒടുവിൽ സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്ന നേരത്ത് എന്തോ ഒരു കൊളുത്തുവലി രണ്ടു പേർക്കും അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എങ്കിലും സുനന്ദ സുഭാഷ് ഏട്ടൻ ഞാൻ പോവാണ് കേട്ടോ എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അവൾ നിധിയെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോട് ചെവിയോട് ചേർന്ന് പറയുന്നുണ്ട്, നിധി സുഭാഷ് ഏട്ടനെ നന്നായിട്ട് നോക്കണം, പിന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ കഴിപ്പിക്കണം. അത് കേട്ടപ്പോൾ നിധി സുഭാഷ് ഏട്ടനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷിന് മനസ്സിലായിട്ടുണ്ട് സുനന്ദ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ പോകുന്നത് ഭാസ്കരൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഭാസ്കരൻ അവിടെ ഇരുന്ന് പാട്ട് കേൾക്കുകയാണ്. അങ്ങനെ അവർ ചെന്ന് വിളിക്കുന്നുണ്ട്, ഭാസ്കരൻ മാമയെന്ന് വിളിക്കുമ്പോൾ ഭാസ്കരൻ വലിയ മൈൻഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം സുനന്ദയ്ക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ട്, എങ്കിലും ഭാസ്കരൻ മാമേൻ്റെ സ്വഭാവം ഇതാണെന്ന് അവൾക്ക് അറിയാലോ. അങ്ങനെ അവൾ ഭാസ്കരനോട് പറയുന്നുണ്ട്, മാമൻ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണം. അത് തീരെ പ്രതീക്ഷിക്കാത്ത ഭാസ്കരൻ ആശ്ചര്യത്തോടു കൂടി അവളെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. അത് കണ്ടപ്പോൾ എല്ലാവരും ഷോക്കാവാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. സുനന്ദയും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഭാസ്കരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വാമി ഫോട്ടോയുടെ അടുത്ത് 2 തിരി കത്തിക്കുന്നുണ്ട് കേട്ടോ വിളക്കിന്. എന്നിട്ട് വിളക്ക് കത്തിച്ച ശേഷം അവരങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയാണ്. അത് കണ്ടപ്പം എല്ലാവരിലും ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ഭാസ്കരൻ അവളെ ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് ചേട്ടന് ഭയങ്കര വിഷമാവുന്നുണ്ട്. എന്തോ ഒരു നീറ്റൽ, കളഞ്ഞു പോയതിൻ്റെ ഭംഗി കൂടി വരുന്ന പോലൊരു ഫീല്. എങ്കിലും അത് ഉള്ളിൽ മറച്ചു പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു പൈസ എടുക്കാൻ നോക്കുമ്പോൾ കാണാനില്ല. അങ്ങനെ സുഭാഷിൻ്റെ പോക്കറ്റിൽ വന്നിട്ട് 500 രൂപ എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പം അശ്വിൻ മേടിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, പൈസയുടെ മൂല്യമൊന്നും നോക്കണ്ട, ഇത് വാങ്ങിക്ക്, എന്നിട്ട് നല്ലൊരു സിനിമ രണ്ടുപേരും പോയി കാണുക, നല്ല സന്തോഷമുള്ള സിനിമ തന്നെ കാണണം, എന്നിട്ട് നിങ്ങളുടെ ജീവിതം എന്നും അതുപോലെ ആയിരിക്കണം. അങ്ങനെ അതീവ സന്തോഷത്തോടു കൂടിയും അതിലേറെ സങ്കടത്തോടു കൂടിയും സുനന്ദ ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും അവരെ യാത്ര അയക്കുന്നുമുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീട്ടിലിരിക്കുന്ന സുനന്ദേനെയാണ്. അവൾ അവളുടെ റൂമിൽ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. നാളെ അവൾ തിരിച്ചു പോവല്ലേ, താൻ ഇത്രയും നാളും അന്തി ഉറങ്ങിയ തൻ്റെ റൂം ഇത് വിട്ട് താൻ എവിടേക്കോ പോകുന്നു, ഇതൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. കൂടെ സുഭാഷ് ഏട്ടനെയും അത്രയും വിലപ്പെട്ട എന്തോന്ന് കളഞ്ഞു പോകുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അങ്ങനെ അവൾ ജനലോരത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ വഴിയിലേക്ക് നോക്കുകയാണ്. പണ്ടെങ്ങോ സുഭാഷ് ഏട്ടൻ അതിലൂടെ നടന്നു പോകുന്നതും ഇപ്പോൾ അടുത്ത് വേദനയോട് കൂടി നടന്നു പോകുന്നതൊക്കെ അവളിങ്ങനെ ഓർക്കുകയാണ്. പിന്നീട് അവൾ വീണ്ടും ബെഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അശ്വിൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ സുനന്ദ, എന്തൊരു വിഷമം, നാളെ നമ്മൾ പോവല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ച അന്ന് മുതൽ എനിക്ക് നിച്ചം വെച്ച പ്രായം തൊട്ട് ഞാൻ ഈ റൂമിലാണ് കിടക്കാറ്. ഇനിയിപ്പം ഇതൊന്നും എൻ്റെ സ്വന്തം അല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അതങ്ങനെ തന്നെയാണല്ലോ, ഒരു കാലത്ത് നമ്മൾ സ്വന്തം എന്ന് വിചാരിച്ചൊന്നും നമ്മുടെ സ്വന്തമായിരിക്കില്ല. പുതിയ ഇടങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ റൂമുകൾ അല്ലേ? അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നിനക്ക് എപ്പോൾ വരണം തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാമല്ലോ, പിന്നെന്താ പ്രശ്നം? അത്രയും അവളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറായിട്ടാണ് കേട്ടോ അശ്വിൻ്റെ സംസാരം. അത് അവൾക്ക് നല്ല ആശ്വാസം നൽകുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിലും ഈ ഒരു മനസ്സിൻ്റെ വിഷമത്തിലൊക്കെ അശ്വിൻ്റെ ആ ഒരു തലോടൽ അവൾക്ക് നല്ല ആശ്വാസം തന്നെ നൽകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അത് ശരിയാടോ, നമ്മൾക്ക് ഓരോന്ന് പുതിയതായിട്ട് ജീവിതത്തിൽ വരും, പക്ഷെ അതൊക്കെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും. നീയും സമയമെടുത്തോ, നാളെ മുതൽ എല്ലാം പുതിയതല്ലേ, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും, എന്നിട്ട് മതി നമുക്ക് പുതിയൊരു ജീവിതം, ഓക്കെ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതവൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ലഭിച്ചത്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ഏട്ടനെയാണ് കേട്ടോ. രാവിലെ ആയിട്ടുണ്ട്, സുഭാഷ് ഏട്ടൻ ദോശ ചൂടുകയാണ്. പക്ഷെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസിലാണ് കേട്ടോ. അതീവ സന്തോഷത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്യില്ലേ, അതാണ് സുഭാഷ് ഏട്ടൻ്റെ ഫേസിൽ കാണുന്നത്. അത്ര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചിട്ടാണ്, പാട്ടൊക്കെ ഇട്ടിട്ടൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം സുധീഷ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി അങ്ങോട്ട് വന്നപ്പോൾ അവൻ പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് അവിടെ പരിപാടി. അത് കേട്ടപ്പോൾ നിധി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവൾ കാണുമ്പോൾ അവൾക്ക് സന്തോഷമാവുന്നുണ്ട്. കാരണം സുഭാഷ് ഏട്ടൻ നല്ല അടിപൊളി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്, കൂടെ പാട്ടും പാടുന്നുണ്ട്. അവൾ കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് അവൾ സുധീഷിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പോയി നോക്കിയാലോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് വേണ്ട, സുഭാഷ് ഏട്ടൻ ഒറ്റയ്ക്ക് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്ത് നന്നായിട്ട് പാട്ട് പാടുമല്ലേ? അത് കേട്ടവൻ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഞാൻ, ഇയാളുടെ പോലെ കഴുതരാകല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് ചമ്മുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. കൂട്ടത്തിൽ സുഭാഷ് ഏട്ടനെ പറ്റിയിട്ടാണ് പറയുന്നത്. സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ, ഇന്നലെ വരെ എന്തൊരു സങ്കടമായിരുന്നു, അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇന്ന് കണ്ടില്ല, എന്തൊരു ഹാപ്പിയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കും സുഭാഷ് ഏട്ടൻ ഇത്ര ആയിട്ട് മനസ്സിലായിട്ടില്ല. സുഭാഷ് ഏട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവൾ ഹാപ്പിയാണെന്ന് കണ്ടത് സുഭാഷ് ഏട്ടൻ ഹാപ്പിയായി. ചില മനുഷ്യർ അങ്ങനെയാണ്, നമ്മൾ എല്ലാവരെയും നമുക്ക് വേണ്ടി അടക്കി പിടിക്കലല്ല സ്നേഹം. നമ്മൾ സ്നേഹിക്കുന്നവർ ഹാപ്പിയാണെന്ന് അറിയുന്ന നിമിഷം നമുക്ക് ഹാപ്പി ആവാൻ പറ്റും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇന്നലെ സുനന്ദ അവളുടെ ഭർത്താവിനെയും കൂട്ടി വന്നു. എന്ത് സന്തോഷത്തിലാണ് അവൾ ഇവിടെ നിന്ന് പോയത്. അത് സുഭാഷ് ഏട്ടനെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ട്. അവൾ സന്തോഷവതിയാണെന്ന് അറിഞ്ഞതും സുഭാഷ് ഏട്ടൻ ഓക്കെ ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ചേട്ടനെ നിധി വേഗം അങ്ങോട്ട് മനസ്സിലാക്കിയല്ലോ അല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ വന്നപ്പോൾ തൊട്ട് കാണുന്നല്ലേ സുഭാഷ് ഏട്ടൻ എങ്ങനെ ചിന്തിക്കാമെന്ന് പോലും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുകയാണ്. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടൻ വരുന്നുണ്ട്, മോളെ ഇൻ്റർവ്യൂ അല്ലേ ഇന്ന്, പോകാനായില്ല? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ആ ഏട്ടാ പോകാനായി, ഈ പ്രാവശ്യം എനിക്ക് കിട്ടും തന്നെയാണ് എൻ്റെ ഉറപ്പ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും ഈ ജോലി നിനക്ക് കിട്ടും, വാ ഏട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് കൊണ്ടുപോകാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുനന്ദേനെയാണ് കേട്ടോ. അവൾ അശ്വിൻ്റെ കൂടെ അശ്വിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് സന്തോഷം ഒന്നുമില്ല, ഒരു വികാരവുമില്ല, സങ്കടമോ സന്തോഷം ഒന്നും അവളെ മുഖത്തില്ല. ഒരു ദേഷ്യം, നിർവികാരത, അത്രയൊക്കെ തന്നെ ഉള്ളൂ, നിസ്സഹായാവസ്ഥ, അങ്ങനെ എന്തൊക്കെയോ ഒരു വികാരങ്ങളും ആരുടെയൊക്കെയുള്ള പകയൊക്കെയാണ് ഫേസിൽ കാണുന്നത്. ലളിതയ്ക്ക് നല്ല വിഷമാണ് കേട്ടോ. ലളിത ആകെ തകർന്നിരിക്കുകയാണ്. കാരണം ഇത്രയും കാലം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകളല്ലേ പെട്ടെന്ന് പോകുന്നത്. അവൾക്ക് സഹിക്കാനൊന്നും വയ്യ. പക്ഷേ
സുനന്ദ ഓക്കെയാണ്. അങ്ങനെയാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ അവർ സെൽഫിയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ യാത്രയപ്പിൻ്റെ സമയമായപ്പോഴേക്കും ലളിത അവളെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ധനശേഖരൻ പറയുന്നുണ്ട്, കരയല്ലേ ലളിത, അവൾ നല്ല വീട്ടിലേക്കല്ലേ പോകുന്നത്, നീ ഇങ്ങനെ കരഞ്ഞ് അവളെ വിഷമിപ്പിക്കല്ലേ. പക്ഷെ സുനന്ദ ഒന്ന് തിരിച്ച് അമ്മേനെ കെട്ടിപ്പിടിക്കുന്നു പോലുമില്ല കേട്ടോ. അവൾ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ നല്ല രീതിക്ക് അവിടെ നിൽക്കണം, അടക്കവും അമർച്ചയൊക്കെ വേണം, അമ്മ വളർത്തിയ മകളാണെന്ന് നീ പറയിപ്പിക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ധനശേഖരനും പറയുന്നുണ്ട്, ഒറ്റ മോളല്ലേ, ലാളിച്ചും കൊഞ്ചിച്ചുമാണ് വളർത്തിയത്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാവും, മോനെ അശ്വയെ നീ വേണം അതൊക്കെ റെഡിയാക്കാൻ. അപ്പം അശ്വൻ പറയുന്നുണ്ട്, ആ ഓക്കെ അച്ഛാ, അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവർക്ക് ഇറങ്ങേണ്ട സമയമായിട്ടോ. പക്ഷെ സുനന്ദ അവരോട് യാത്ര പറയൊന്നും ചെയ്യുന്നില്ല. പോകാൻ നേരത്ത് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ പോവുക. അപ്പോൾ ലളിത അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഒന്നുകിൽ എല്ലാവരും ഒന്ന് കാണിക്കാനെങ്കിലും നിനക്കൊരുറ്റ കണ്ണീര് വരുത്തിക്കൂടെ, ഇതെന്താ നീ ഇങ്ങനെ, നിനക്കൊരു വിഷമമില്ല ഇവിടുന്ന് പോകുന്നതിൽ. അതിനവൾ ലളിതയെ കത്തുന്നൊരു നോട്ടാണ് കേട്ടോ നോക്കുന്നത്. അതോടുകൂടി എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക്